ഇതിനകത്ത് ഈ 25% മീതെ ഷെയർ കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ അതിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം. അതാണ് ഈ ക്ലോസ് 5(3) ഉപവകുപ്പ് പറയുന്നത്, അല്ലേ സുജ പറഞ്ഞു? തീർച്ചയായും 25% മുകളിലേക്ക് പോകുമ്പോൾ ഈ മുൻകൂർ അനുമതി വേണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരുമെന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമസ്ഥ പങ്കാളിത്തമുള്ളത് സർക്കാരിനാണ്. അതുകൊണ്ട് ആ പങ്കാളി അറിയാതെ 25% മുകളിലേക്ക് ഓഹരി കൈമാറ്റം സാധ്യമല്ല. അതുകൊണ്ട് മുൻകൂട്ടി സർക്കാരിനെ അറിയിക്കേണ്ടതാണ്. അതാണ് 5(3) വ്യവസ്ഥ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദാനി തന്നെ സമ്മതിച്ചത് അവർ അനൗദ്യോഗികമായി ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന്. ഇന്ന് പിണറായി പറഞ്ഞത് ആ അനൗദ്യോഗികമായി അവർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു രഹസ്യമായി എന്തിന് മുഖ്യമന്ത്രി സൂക്ഷിച്ചു എന്നാണ്. മുഖ്യമന്ത്രി അതപ്പോൾ വിശദീകരിക്കുക തന്നെയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് മാധ്യമ വാർത്തയിലൂടെ മാത്രം അറിഞ്ഞു എന്നാണ്. ആ നിഷ്കളങ്കമായ മറുപടിയാണ് ഇന്ന് കൂടുതൽ വിവരങ്ങൾ വെച്ചുകൊണ്ട് പിണറായി പൊളിച്ചത്. ഇനി ഇവിടെ ഒരു സംസ്ഥാനത്ത് 10 വർഷം ഇതിൽ ഭരിച്ച മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി പറയുകയാണ് ഈ 5(3) പ്രകാരം മുൻകൂർ അനുമതി വേണമെന്ന്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുകയാണ് 5(3) പ്രകാരം മുൻകൂർ അനുമതി വേണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനിയെ ഇതൊരു രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. രണ്ടുപേരും നിലനിർത്തിയ മുന്നോട്ട് കൊണ്ടുപോയ ഈ കരാറിലെ 5(3)ൽ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. അനൗദ്യോഗികമായി അറിയിക്കുക വഴി ഇക്കാര്യത്തിൽ അദാനിക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവർ 3 പേരും പറയുന്നത് വേണുഗോപാലകൃഷ്ണൻ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും CMO അയച്ച കത്തിന്റെ ഉള്ളടക്കം വെച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തോ അറിയില്ല, കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. സെബിയുമായി നമുക്ക് 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ലക്ഷ്മി പത്മ, നിങ്ങൾ മൂന്ന് പേരും ഈ ചർച്ചയിൽ ഏറെ സമയം സംസാരിച്ചവരാണ്. ഇത് വേണുഗോപാലകൃഷ്ണന്റെ അവസരമാണ്. ജോഷി പാനലിസ്റ്റുകളെ പുച്ഛിച്ചുള്ള ഈ ചിരി അവസാനിപ്പിക്കണം. വേണുഗോപാലകൃഷ്ണൻ സംസാരിക്കാം. 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇതിനകത്ത് ഇപ്പൊ ഈ ചിത്രത്തിലുള്ളത്. ഒന്ന് സെബി, പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന അദാനി, അതുപോലെ തന്നെ MLC അല്ലെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ സെബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല അനുസരണയോടെ അദാനി അറിയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അദാനിയുടെ ചരിത്രം അതാണോ? ഇപ്പം ഇന്ത്യയിൽ സെബി പോലെയാണ് അമേരിക്കയിലെ സമാനമായിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനം. അതിനെ മുഴുവൻ കബളിപ്പിച്ച കമ്പനിയുടെ പേരാണ് അദാനി. എന്തായിരുന്നു അദാനി കബളിപ്പിച്ചത്? അവിടെ സൗരോർജ്ജവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റ് വരുന്നു. അതിൽ ഉദ്യോഗസ്ഥർക്ക് കിമ്പളം കൊടുത്തുകൊണ്ടും കൈക്കോഴ കൊടുത്തുകൊണ്ടും അവിടുത്തെ ഈ പറയുന്ന ഓഹരി ഉടമകളെ മുഴുവൻ കബളിപ്പിച്ച് അത് വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ വ്യവഹാരം അവിടെ ഉണ്ടായി. അദാനി അമേരിക്കയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എന്താ ചെയ്തത്? രാജ്യം തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്നു. രാജ്യത്തെ കേന്ദ്ര സർക്കാരും അമേരിക്കൻ സർക്കാരും അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയും വന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇത് ദീർഘമായി നീണ്ടടക്കുന്ന വ്യവഹാരമാണ്. അദാനിക്ക് US കാൽകുത്താൻ കഴിയില്ല, അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെ പെട്ടെന്ന് തീർപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് US ഫെഡറൽ കോടതി. അപ്പോൾ അതാണ് ഇത്തരം ഓഹരി നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അദാനിക്ക് അനുസരണയുണ്ടോ ഇല്ലയോ എന്നതിലെ ചരിത്രം. ഇനി ഈ പറയുന്ന MSCയുമായി ബന്ധപ്പെട്ട് വരാം. കഴിഞ്ഞ വർഷം മെയ് മാസമാണ് ആലപ്പുഴയിൽ തോട്ടപ്പള്ളിക്കടുത്ത് ഈ MSCയുടെ എൽസ കപ്പൽ മുങ്ങിയത്. അത് വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന കപ്പലായിരുന്നു കൊച്ചിയിലേക്ക്. ആ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? വിഴിഞ്ഞത്ത് വന്ന് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദാനി പോർട്ട് തന്നെ പറയുകയുണ്ടായി ഈ പറയുന്ന കപ്പലിൻ്റെ അധികാരികളോട്, ഇതിൽ ചരിവുണ്ട്, 3 ഡിഗ്രിയോ മറ്റോ ചരിവുണ്ട്, ഇതിൻ്റെ ടാങ്കറിൽ ചോർച്ചയുണ്ട്, ഇതെല്ലാം തന്നെ പറയുന്നു. പക്ഷേ DG ഷിപ്പിങ്ങിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തടഞ്ഞു വെക്കാൻ കഴിയുന്നില്ല പോർട്ടിൻ്റെ ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ അദാനി ഉൾപ്പെടുന്നവർക്ക്. ജോഷി ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിശബ്ദനാകാം, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞതിലൊന്നും ഒരു നർമ്മമുള്ളതായി എനിക്ക് തോന്നിയില്ല. ഒരു പരസ്പര ബഹുമാനമാണ്. ഞാൻ ജോഷിക്ക് അത് മുന്നറിയിപ്പ് ഞാൻ ചിരിച്ചില്ല. ഞാൻ വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞ കേട്ട് ചിരിച്ചതല്ല. അത് അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. എനിക്ക് പരിഭവമില്ല. എന്റെ നർമ്മം പറഞ്ഞു, അത് അങ്ങേക്ക് മാത്രമാണ് തോന്നിയതെന്ന്. ശരി, വിടാം. അപ്പൊ ഈ പറയുന്ന MLCയുമായി ബന്ധപ്പെട്ട വേണ്ട എങ്കിൽ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജോഷി. അതൊരു നല്ല കാര്യമായിരിക്കും.
പിന്നെ ഈ പറയുന്ന MLC കപ്പലുമായി ബന്ധപ്പെട്ട കാര്യം, അതിനകത്ത് അവരെന്താ ചെയ്തത്? അവർ ഈ പറയുന്ന ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം ലംഘിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 143 കണ്ടെയ്നറുകളാണ് ഒഴുകി നടന്നത്. 643 കണ്ടെയ്നറുകളിൽ 143 കണ്ടെയ്നറുകൾ ഒഴുകി നടന്നു. അത് കേരളത്തിൻ്റെ കോസ്റ്റൽ മേഖലയിൽ ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ദുരന്തം എത്രത്തോളമാണ് എന്ന ആശങ്ക നിലനിൽക്കുന്നു. സംസ്ഥാന സർക്കാരും MLC കമ്പനിയുമായി വ്യവഹാരം നടക്കുന്നു, അത് കോടതിയിലെത്തുന്നു. നാവികരുടെ നാട്ടിലെത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ നടക്കുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന MLC കമ്പനിയുടെ പശ്ചാത്തലം. ഇതാണ് സെബിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് അദാനിയുടെ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉത്തരവാദിത്വത്തോടെ നമുക്ക് പൊതുതാൽപര്യം സംരക്ഷിക്കുമെന്ന് കരുതാൻ കഴിയുന്ന ഒരേ ഒരു ഏജൻസിയേ ഉള്ളൂ, അത് സംസ്ഥാന സർക്കാരാണ്. ആ സംസ്ഥാന സർക്കാരിൻ്റെ നായകസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇതിൽ ഒളിച്ചു കളിക്കുന്നു എന്നതാണ് ഇതിൽ ഉയരുന്ന ഉത്കണ്ഠ. അത് ചൂണ്ടിക്കാട്ടുക എന്ന ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷം ഇന്ന് നിർവഹിച്ചത്. സുജയ പാർവതി, ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റിമേഷൻ ഫേസ്, ആ ഇന്റിമേഷൻ ഫേസ് ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് നിങ്ങൾ എത്ര പറഞ്ഞാലും ആ ഇന്റിമേഷൻ ഫേസിനെ ചൊല്ലി തന്നെയാണ് ഇപ്പോൾ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മുൻകൂർ അറിയിപ്പ്, നിങ്ങൾ പറയുന്നത് പോലെ ഇനി അറിയിച്ചാൽ മതി, അത് മുൻകൂർ അറിയിപ്പാവുന്നത് എങ്ങനെയാണ്? ബാക്കി കാര്യങ്ങളെല്ലാം നീക്കിയതിനു ശേഷമാണോ മുൻകൂർ അറിയിപ്പ് നൽകുന്നത്? ഓഹരി ഘടനയിലോ ഉടമസ്ഥാവകാശത്തിലോ മാറ്റം വരുത്താൻ ആലോചിക്കുമ്പോൾ തന്നെ അറിയിക്കണം. അതിനെയാണ് പ്രയർ ഇന്റിമേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ സംസ്ഥാന തുറമുഖ വകുപ്പിനെ രേഖാമൂലം മുൻകൂട്ടി ആ കാര്യം അറിയിച്ചോ, അതോ അനൗദ്യോഗികമായിട്ടാണോ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ആ കാര്യം അറിയിച്ചത്? അത് തന്നെയാണ് ബിഹൈൻഡ് ദ കർട്ടൻ എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനം. അതോടൊപ്പം തന്നെ പുതിയ നിക്ഷേപക TIL കൊടുത്തിരിക്കുന്ന അതിനെക്കുറിച്ച്, അതായത് ഈ പങ്കാളിയുടെ വിവരങ്ങൾ, TIL ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഗ്രൂപ്പിന്റെ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, സാമ്പത്തിക ഭദ്രത അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രയർ ഇന്റിമേഷൻ എന്ന് പറയുന്ന ഫേസിൽ, ഇന്റിമേഷൻ പ്രാരംഭ വിജ്ഞാപന ഘട്ടത്തിൽ തന്നെ അറിയിക്കേണ്ടതുണ്ട്. അത് സംഭവിച്ചോ എന്നുള്ള ഒരു ന്യായമായ സംശയം ഇവിടെ ഉന്നയിക്കുമ്പോഴാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സെബിയെ അറിയിക്കുന്നത്, അതിനുശേഷമുള്ള പീരീഡ് എന്ന് പറയുന്ന ഈ പല പല ലെവൽ ഓഫ് ഇന്റിമേഷൻസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ട കാര്യം സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. അതിൽ എനിക്കെന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതിനെ ഞാനൊന്ന് വിയോജിപ്പോടുകൂടി കൃത്യമായി അത് പറയുകയാണ് എന്ന് മാത്രം. ഇനി കൺസെഷൻ കരാറിലുള്ള, നിങ്ങൾ ആ കൺസെഷൻ കരാറിലേക്ക് തിരിച്ചു പോകണം, 5.3 തിരിച്ചു പോകണം എന്ന് ഞാൻ പറയാനുള്ള കാരണം, അതിൽ പറയുന്ന ചേഞ്ച് ഇൻ കൺട്രോൾ വ്യവസ്ഥയുണ്ട്. ആ ചേഞ്ച് ഇൻ കൺട്രോൾ വ്യവസ്ഥ എന്താണെന്നറിയാമോ? ആ ചേഞ്ച് ഇൻ കൺട്രോൾ വ്യവസ്ഥ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ തന്നെ ഒഫീഷ്യലായിട്ട് ഈ അപേക്ഷ നൽകണം. അല്ലാതെ അദാനി അവിടെ ഇരുന്നിട്ട് ഇമെയിൽ അയച്ചാൽ പോരാ. ആ പെർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള അപേക്ഷ തന്നെ പോകണം. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫോർമൽ ആപ്ലിക്കേഷന്റെ ലെവലിലേക്ക് എത്തുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അതുകൊണ്ടാണ് CMOയ്ക്ക് ഇന്ന് കത്തയക്കേണ്ടി വന്നത്. CMO വെറുതെ തമാശയ്ക്ക് ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കത്തയച്ചതല്ല, അത് കോമഡിയൊന്നുമല്ല. ആ കോമഡി ആയിട്ടല്ല ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇന്ന് സഭയിലും പുറത്തുമൊക്കെ ഈ വിഷയം ഇത്രയ്ക്ക് ചർച്ചയാവുകയും ചെയ്യുന്നത്. അദാനി ഗ്രൂപ്പിൽ തന്നെ ഈ കമ്പനിയുടെ ഭൂരിപക്ഷ ഓഹരിയും തുടരും എന്നുള്ള ഒരു മാനേജ്മെന്റ് ഘടന അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ അറിഞ്ഞേ തീരൂ. അതറിയാൻ ഉള്ള എല്ലാ അവകാശവും നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. അത് LDF ആണോ UDF ആണോ ഭരിക്കുന്നതെന്നല്ല. 2015 ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള തീരുമാനം, ആ കരാർ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യവും അതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ അപേക്ഷ പരിശോധിക്കാൻ പോകുന്ന പോർട്ട് സെക്രട്ടറി ലെവലിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഡിലേ ചെയ്തിട്ടുണ്ട്, ഡിലേഡ് ആയിട്ടുണ്ട്. അതൊരു ഫാക്ടാണ്. അതില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് സെബിയെ അറിയിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എല്ലാം അറിയിച്ചതിന് ശേഷം വരേണ്ട കാര്യമെന്ന് പറയുന്നത് MHAയുടെ അടക്കമുള്ള ക്ലിയറൻസിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി തല സമിതിയിലേക്ക് വരുന്നത്. അത് ഈ ഇന്റിമേഷൻ സ്റ്റേജിലെ 5ാമത്തെ ഘട്ടമാണ്. ചീഫ് സെക്രട്ടറി തല സമിതിയുടെ മുന്നിലേക്ക് വരുന്നത് ഹൈ പവർ കമ്മിറ്റിയുടെ ഒരു അപ്രൂവലിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ഇന്റിമേഷൻ ഫേസസിൽ എന്തുകൊണ്ട് നിശബ്ദമായിരുന്നു എന്ന ചോദ്യം ചോദിക്കുക തന്നെ വേണം. അതല്ലാതെ അദാനിക്ക് വേണ്ടി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ വ്യക്തമായ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഓഹരി കൈമാറുന്നതിനോ വികസനം വരുന്നതിനോ ഒന്നും ആരും എതിരല്ല. പക്ഷേ എല്ലാം പ്രോപ്പർ ചാനലിലായിരിക്കണം, പ്രോപ്പർ വേയിലായിരിക്കണം. അതല്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.